സഹോദരിമാരെ, സഹോദരങ്ങളെ, 29 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം മുസ്ലിം ലോകം ഇന്നും ഇന്നലെയായി പെരുന്നാൾ ആഘോഷത്തിലാണ്. ആഹ്ലാദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഈ ദിനം അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതാണല്ലോ. നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. ആ 2 സന്തോഷങ്ങളിൽ ഒന്ന് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് നോമ്പ് തുറക്കുന്ന സമയത്താണ്. ആ ഒരു വിശദീകരണത്തിൻ്റെ മറ്റൊരു ആശയമെന്നുള്ളത് ഉലമാക്കൾ പഠിപ്പിച്ചു നൽകിയത് ഈദുൽ ഫിത്തറിൻ്റെ ദിവസമാണ് അവന് സന്തോഷം. മുസ്ലിം സമുദായം ഇന്ന് സന്തോഷിക്കേണ്ട, ആഹ്ലാദിക്കേണ്ട, ആനന്ദിക്കേണ്ട ദിവസം തന്നെയാണ്. എന്തിനാണ് സന്തോഷിക്കേണ്ടത്, ആഹ്ലാദിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തിയൊരു കാര്യമുണ്ട്. വഅദല്ലാഹ് ലാ യുഖ്ലിഫുല്ലാഹു വഅദഹു വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ കരാറ് അല്ലാഹു ഒരിക്കലും ലംഘിക്കുകയില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ കരാർ എന്താണ്? ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. ആരാണ് തഖ്വ പുലർത്തി ജീവിക്കുന്നത്, ധർമ്മപാതയിലൂടെ ജീവിക്കുന്നത്, ക്ഷമ കൈക്കൊള്ളുന്നത്, അതേ അവൻ്റെ പ്രതിഫലം റഹ്മാനായ റബ്ബ് ഒരു കാരണവശാലും, പ്രിയപ്പെട്ടവരെ, ആ സദ്വൃദ്ധരുടെ പ്രതിഫലമുണ്ടല്ലോ, ഒരിക്കലും അല്ലാഹു നഷ്ടപ്പെടുത്തുകയില്ല, അത് ഇല്ലാതാക്കി തീർക്കുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. 29 ദിവസം തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം ജീവിച്ച നാം നമസ്കാരങ്ങളിലൂടെ, നോമ്പിലൂടെ, സദഖയിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, അങ്ങനെ സൽപ്രവർത്തനങ്ങളിൽ മുഴുകിയ നാം തഖ്വയെന്ന, പ്രിയപ്പെട്ടവരെ, നാളെ സ്വർഗീയാരാമം ഒരുക്കി വെച്ച ആ സ്വർഗീയാരാമത്തിലേക്കുള്ള ഏറ്റവും വലിയ ചവിട്ടുപടിയായിട്ടുള്ള തഖ്വ നേടിയെടുത്തിട്ടുണ്ട്. ആ തഖ്വയുള്ളവരുടെ ജീവിതം റഹ്മാനായ റബ്ബ് ഒരു കാരണവശാലും അവരുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയില്ല എന്ന് ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്, മുൻഗാമികളെ അവർ ഏതൊരു പ്രവർത്തനം നിർവഹിച്ച് കഴിഞ്ഞാലും അവരുടെ മനസ്സിൽ നിന്ന് ഉയരുന്നൊരു പ്രാർത്ഥനയുണ്ട്. എന്തായിരുന്നെന്നറിയോ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ നാഥ. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിൻ്റെ പശ്ചാത്തലം എന്താണ്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമയും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കഅബ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ട് ആ കഅബയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ നാഥ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ നാഥ. അതാണ് പ്രിയപ്പെട്ടവരെ, ഈ പെരുന്നാളിൻ്റെ ദിനങ്ങളിൽ പോലും പരസ്പരം നാം കൈമാറുന്നത് തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. നിങ്ങളിൽ നിന്നും നമ്മിൽ നിന്നുമൊക്കെ റഹ്മാനായ റബ്ബ് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, 29 ദിവസം കൊണ്ട് നിർത്താവുന്നതല്ല നമ്മുടെ കർമ്മങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനത്തിലൂടെ സൂചിപ്പിച്ചല്ലോ, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അതേ, നീ ആരാധിച്ചുകൊണ്ടേയിരിക്കുക, നീ നിന്റെ ഇബാദത്തുകളുമായി മുന്നേറുക. ഏതുവരെ? പ്രിയപ്പെട്ടവരെ, ആരോടും പറയാതെ നിന്നിലേക്ക് കടന്നു വരുന്ന നിന്റെ അതിഥിയുണ്ടല്ലോ, മരണം വരെ നീ കർമ്മങ്ങളായി മുന്നേറുക എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം എന്തായിരുന്നു പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയത്? ഇന്നല്ലാഹ ലം യജ്അൽ ലിഅമലിൽ മുഅ്മിനി അജലൻ ദൂനൽ മൗത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനിനും ഒരു വിശ്വാസിക്കും ഒരു നിർണിതമായ സമയം രേഖപ്പെടുത്തി
ഏർപ്പെടുത്തിയിട്ടില്ല. അവനേത് സമയത്തും, അവനേത് നിമിഷത്തിലും, അവനേത് സെക്കൻഡിലും റഹ്മാനായ റബ്ബിന് ഇരുത്തത്തിലും കിടത്തത്തിലും നടത്തത്തിലും എല്ലാ രംഗത്തും ഇബാദത്തുകളുമായി മുന്നേറേണ്ടവൻ തന്നെയാണ് മുഅ്മിനായിട്ടുള്ള വിശ്വാസിനികളെന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ അധ്യാപനങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ പണ്ഡിത ലോകം വിശദീകരിച്ചു തരുമ്പോൾ ഒരിക്കലും റമളാനിൽ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരായി നാം മാറാൻ പാടില്ല. ഉലമാക്കളുടെ ഉദ്ധരണികൾ കാണാൻ കഴിയും. ഫലാ തകുർ റമളാനിയൻ, റമളാനി മാത്രമാകരുത്, നീ ശവ്വാലിൽ ഇബാദത്ത് ചെയ്യുന്നവനാകണം, നീ ദുൽഖഅദിൽ ഇബാദത്ത് ചെയ്യുന്നവനാകണം, നീ ദുൽഹിജ്ജയിൽ ഇബാദത്ത് ചെയ്യുന്നവനാകണം. മറ്റു 11 മാസങ്ങളിലും ഇബാദത്തുകളിൽ നിന്റെ മനസ്സും നിന്റെ ശരീരവും റഹ്മാനായ റബ്ബിന് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവനാണ് എന്ന് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നോക്കിയേ നിങ്ങൾ, റമളാനിൽ മാത്രം സദ്വർത്ഥമായിട്ടുള്ള സൽക്കർമ്മങ്ങളിൽ മുന്നേറിയ ഒരു വ്യക്തി റമളാനിൻ്റെ ദിനങ്ങളിലൂടെ അവസാനിച്ചാൽ അവൻ എത്ര മോശപ്പെട്ടവനാണ് എന്നാണ് പണ്ഡിത ലോകം ഓർമ്മപ്പെടുത്തുന്നത്. എത്ര മോശപ്പെട്ടവനാവൻ. അവൻ റഹ്മാനായ റബ്ബിനെ റമളാനിൻ്റെ ദിനങ്ങളിലല്ലാതെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയുമ്പോൾ ആ മോശപ്പെട്ടവരിൽ നാം ഉൾപ്പെടാൻ പാടില്ല. റമളാനിലൂടെ നേടിയെടുത്ത ഖുർആൻ പാരായണം പ്രിയപ്പെട്ടവരെ തുടർത്താൻ നമുക്ക് സാധിക്കണം. റമളാനിൻ്റെ നിശാസമയങ്ങളിൽ നാം നിർവഹിച്ച രാത്രി നമസ്കാരമുണ്ടല്ലോ, അത് തുടർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് അഹബ്ബുൽ അഅമാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട കർമ്മങ്ങൾ ഏതാ? ഇലല്ലാഹി തആല അദ്വമുഹാ വ ഇൻ ഖല്ല, കുറച്ചാണെങ്കിലും തുടരെ ചെയ്യുന്ന കർമ്മങ്ങളാണ്. രാത്രി നമസ്കാരങ്ങളുടെ വിഷയത്തിൽ ശ്രദ്ധ പ്രിയപ്പെട്ടവരെ ശവ്വാലിൻ്റെ 1-ാമത്തെ ദിവസം മുതൽ നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. ജമാഅത്തിൻ്റെ വിഷയത്തിൽ ഹയ്യ അലസ്സലാ, പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കൊലി കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് വരാൻ ധൃതി കൂട്ടിയവരാ നാം. ശവ്വാലിൻ്റെ ദിനങ്ങളിലും നമുക്കതുണ്ടാകേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആന് അതേ പ്രിയപ്പെട്ടവരെ ഷോക്കേസിൽ ഒതുക്കി കൂട്ടി വെക്കേണ്ടവരല്ല നാം. അതേ ആ ഖുർആനിൻ്റെ ബഖറയും ആലി ഇംറാനും നിസാഉം മാഇദയും അൻആമും അറാഫും പാരായണങ്ങളിലൂടെ ജീവിതത്തെ ക്രമീകരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ത്രീയുടെ ഉപമ പരിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തെന്നറിയോ? വലാ തകൂനു, നിങ്ങളായി തീരാൻ പാടില്ല, എങ്ങനെയുള്ളവരായി തീരാൻ പാടില്ല. കല്ലത്തി നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാസ, ഉറപ്പോടെ നൂല് നൂറ്റ ശേഷം തൻ്റെ നൂല് പല ഇഴകളാക്കി പിരിയുടച്ച് കളഞ്ഞ ഒരു സ്ത്രീയെപ്പോലെ നിങ്ങളാകരുത് എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം. 29 ദിവസം കൊണ്ട് നേടിയെടുത്ത തഖ്വയുണ്ടല്ലോ, അത് നഷ്ടപ്പെടുന്ന രൂപത്തിൽ പ്രിയപ്പെട്ടവരെ ഈ ദിനം മുതൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ പാടില്ല. നോമ്പുകാരനാണെന്ന ബോധ്യത്തോടെ കാണാൻ പാടില്ലാത്തത് കണ്ടിട്ടില്ല, കേൾക്കാൻ പാടില്ലാത്തത് കേട്ടിട്ടില്ല, നിർവഹിക്കാൻ പാടില്ലാത്തത് നിർവഹിച്ചിട്ടില്ല. ഇനിയും അതുപോലെ തന്നെയാകണം. കാരണം എന്തേ? ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, റഹ്മാനായ റബ്ബ് നിങ്ങളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, റഹ്മാനായ റബ്ബ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ പറയുമ്പോൾ ശവ്വാലിൻ്റെ മാസപ്പിറവി കണ്ടത് മുതൽ തക്ബീറിൻ്റെ ധ്വനികൾ പ്രിയപ്പെട്ടവരെ കുട്ടികളും വലിയവരും എല്ലാവരും ഉരുവിട്ടു. ആ തക്ബീറിൻ്റെ ധ്വനികൾ വായിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ, ജീവിതം കൊണ്ട് ശിരസാ വഹിക്കാൻ കഴിയണം. അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണെന്ന് പറയുമ്പോൾ എൻ്റെ റബ്ബിന് വേണ്ടി എന്തും ത്യജിക്കാനും എന്തും സഹിക്കാനും ഞാൻ തയ്യാറാണ് എന്ന ബോധവും ചിന്തയുമാണ് പ്രിയപ്പെട്ടവരെ ഈ ദിനങ്ങളിലൊക്കെ നമുക്ക് നൽകുന്നത്. ലഹരിയുടെ നീരാളിപ്പിടുത്തം അങ്ങാടികളിലൂടെ, ക്യാമ്പസുകളിലൂടെ, സ്കൂളുകളിലൂടെ, ടൗണുകളിലൂടെ നമ്മുടെ മക്കളെ പിടിച്ചു കുലുക്കുമ്പോൾ നോ എന്ന് പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എന്തിനെന്നറിയോ? ആരാണ് റഹ്മാനായ റബ്ബിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട് സ്വന്തം ഇച്ഛകളെ പിടിച്ചു നിർത്തുന്നത്? അവനുള്ള സങ്കേതം എന്താ? അവനുള്ള സങ്കേതം നാളെ സ്വർഗീയ പൂന്തോപ്പാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യ മനസ്സിനെ പോലും വിഭാവന ചെയ്യാൻ കഴിയാത്ത ആ സ്വർഗമാണ്.
എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഇച്ഛകളെ, അത്തരത്തിലുള്ള ചിന്തകളെ പിടിച്ചു നിർത്തിയവനുള്ളത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പരിചയപ്പെടുത്തി തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, മൈ ബോഡി മൈ ചോയ്സ് മൈ റൂൾസ് എന്നൊക്കെ പറഞ്ഞ് പലരും എൻ്റെ ശരീരം എനിക്ക് തോന്നിയതുപോലെ ഞാൻ നിർവഹിക്കും, ആരും എൻ്റെ വിഷയത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ നിയന്ത്രണാധികാരം മുദബ്ബിറായ ഖാദിറായ റഹ്മാനായ റബ്ബിന് മാത്രമാണ്. അവനെന്താണോ പറഞ്ഞത് അത് നിർവഹിക്കുമ്പോഴാ മുസ്ലിമാവുക. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം പ്രിയപ്പെട്ടവരെ അതാണ് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. മുസ്ലിമാകണം. ഇത് ഖാല ലഹു അസ്ലിം, ഇബ്രാഹിമേ നീ കീഴൊതുങ്ങണമെന്ന് പറഞ്ഞപ്പോൾ റബ്ബേ ഞാൻ കീഴൊതുങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം മാത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലെ സഹിക്കേണ്ടി വന്നതും ത്യജിക്കേണ്ടി വന്നതും വേദനകൾ അനുഭവിക്കേണ്ടി വന്നതും എന്തിനു വേണ്ടിയായിരുന്നു? ദീനിൻ്റെ അധ്യാപനങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിൻ്റെ പേരിലാണ്. അന്ന് നടന്നു പോന്നിരുന്ന മക്കയിലെ മുശ്രിക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി നടന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നാടേ ഓടുമ്പോൾ നടുവിൽ ഓടണമെന്ന ആ ഒരു ചിന്തക്കപ്പുറം ജീവിതത്തെ ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണെന്ന് പറഞ്ഞ് എല്ലാ വൃത്തികേടുകളിൽ നിന്നും എല്ലാ അനാശാസ്യങ്ങളിൽ നിന്നും പ്രിയപ്പെട്ടവരെ മാറി നിൽക്കേണ്ടവരാണ് നാം. എങ്കിലേ നാം ചൊല്ലിയ തക്ബീറിന് യാഥാർത്ഥ്യമുണ്ടാവുകയുള്ളൂ. രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മദ്യത്തിൻ്റെ ചഷകങ്ങളിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ഒട്ടകത്തിൻ്റെ കടിനാളും പിടിച്ച് പെണ്ണിൻ്റെ പാദസരക്കിൽ പോയി യാത്ര ചെയ്തിരുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. ഞാനെങ്ങാനും മരണപ്പെട്ടാൽ മുന്തിരിവള്ളിയുടെ താഴെ എൻ്റെ ശവമഞ്ചങ്ങൾ തയ്യാറാക്കണം, എൻ്റെ ഖബർ തയ്യാറാക്കണമെന്ന് പറഞ്ഞ കവികളെ അറേബ്യൻ സമുദായത്തിലെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഡാർക്ക് ഏജ് എന്നറിയപ്പെട്ട ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നുവെങ്കിൽ ഇന്ന് പ്രിയപ്പെട്ടവരെ ഗൂഗിൾ എഞ്ചിനെടുത്ത് നിങ്ങൾക്ക് പരിശോധിക്കാം. ഇന്ന് പോലും സൗദി അറേബ്യയുടെ സ്കെയിൻ ലൈൻ കടക്കാതെ ഏതൊരു അമേരിക്ക കമ്പനിക്ക് പോലും ലഹരി വിളമ്പാൻ ആ വിമാനങ്ങളിൽ പറ്റില്ല എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പിന്നിലുള്ള പിന്നാമ്പുറങ്ങൾ എന്തായിരുന്നു നമുക്ക് കൃത്യമായിട്ട് കാണാം. അതേ, ആ മതം പഠിപ്പിക്കുന്ന ധാരണയാണ്, മതം പഠിപ്പിക്കുന്ന ധാർമ്മികതയാണ്. ആ ധാർമ്മികത നമ്മിൽ നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യണം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞല്ലോ, ഏതാണ് കാലഘട്ടമെന്നറിയണം. പെണ്ണിനെ വ്യഭിചരിക്കാനും പെണ്ണിനെ കുഴിച്ചു മൂടാനും കള്ളു കുടിക്കാനും യുദ്ധം ചെയ്യാനും ഒരു മടിയുമില്ലാത്തൊരു സമൂഹം. ആ സമൂഹത്തിലേക്ക് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ചെയ്തത്. സ്വർഗത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ചെയ്തത്. നരകത്തിൻ്റെ ഭയാനകമായ അവസ്ഥകളെ സൂചിപ്പിക്കുകയായിരുന്നു പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, കാണാൻ കഴിയില്ലേ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ വാചകം ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളോട് ആദ്യമായി പറഞ്ഞത് വ്യഭിചരിക്കരുതേ, കള്ളു കുടിക്കരുതേ, യുദ്ധം ചെയ്യരുതേ എന്നല്ല. ആദ്യമായി ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞത് അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി തരികയായിരുന്നു, തൗഹീദിനെ കുറിച്ച് മനസ്സിലാക്കി തരികയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ തൗഹീദ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതാണ് അല്ലാഹു അക്ബർ. അവന് അമ്നുണ്ട്, അവന് നിർഭയത്വമുണ്ട്, അവന് റബ്ബിൻ്റെ സഹായമുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചു തരുമ്പോൾ ആ ഈമാനിൻ്റെ ചാലകശക്തി നിസാരമല്ലല്ലോ. ഖൈറുൽ ഖുറൂൻ, ഏറ്റവും ഉത്തമമായ സമുദായം. കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും നല്ല സമുദായമെന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് യുദ്ധക്കൊതിയന്മാരായ പെണ്ണുപിടിയന്മാരായ ഈ ഒരു സമുദായത്തെ ആയിരുന്നുവെങ്കിൽ ഖുർആനായിരുന്നു പരിവർത്തിപ്പിച്ചത്, ദീനി അധ്യാപനങ്ങളായിരുന്നു പരിവർത്തിപ്പിച്ചത്. ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് പ്രിയപ്പെട്ടവരെ നാം പറയലുണ്ടല്ലോ. നമ്മുടെ മക്കൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ മതബോധമുള്ളവരാക്കി, ധാർമ്മിക ബോധമുള്ളവരാക്കി, ധാർമ്മിക മൂല്യങ്ങളെ പിടിച്ച് നടക്കുന്നവരാക്കി വളർത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെന്തു വേണം പ്രിയപ്പെട്ടവരെ? നമ്മുടെ കുടുംബം ദീനുമായി ചേർന്ന് പോകുന്നവരാകണം. ദീനി അധ്യാപനങ്ങൾ ജീവിതത്തിൽ ശിരസ വഹിക്കുന്നവരാകണം. എല്ലാ രംഗത്തും മാതൃക പുലർത്തേണ്ടവരാണ് നാം. ആ വഴിവിട്ട ബന്ധങ്ങൾക്കപ്പുറം പാവനമായ ബന്ധങ്ങൾ പ്രിയപ്പെട്ടവരെ ഉടലെടുക്കേണ്ടതുണ്ട്. പ്ലാൻ ചെയ്ത ടൂറുകൾ കുടുംബാംഗങ്ങളിലേക്കാകണം. കുടുംബ ബന്ധങ്ങൾ പുലർത്താൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അയൽവാസികളുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ബന്ധങ്ങൾ ഉടലെടുക്കണം പ്രിയപ്പെട്ടവരെ. ആ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുമ്പോൾ ജീവിതത്തിൻ്റെ സംസ്കരണത്തെയാണ് ഇല്ലാതാകുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഫലസ്തീനിൻ്റെ മക്കൾ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ നാനാദിക്കുകളിൽ ഏറെ വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. പെരുന്നാളിൻ്റെ പുത്തനുടുപ്പ് ധരിച്ച്, സുഗന്ധം ധരിച്ച്,
വെടിയൊച്ചലുകളുടെയോ മിസൈലുകളുടെയോ ശബ്ദങ്ങളില്ലാതെ പ്രിയപ്പെട്ടവരെ സമാധാനത്തോടുകൂടി നമുക്കിരിക്കാൻ കഴിയുന്നു. അവർക്ക് പുത്തനുടുപ്പുകളില്ല, അവർക്ക് സമാധാനത്തോടുകൂടി ഈദ്ഗാഹുകളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. ആത്മാർത്ഥമായി റഹ്മാനായ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തണം. അല്ലാഹുവേ, അല്ലാഹുവേ, അനൂനാവശം വരുന്ന സമുദായത്തെ രക്ഷപ്പെടുത്തണേ നാഥാ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്ന് ഉയരേണ്ടതുണ്ട്. സഹോദരിമാരോടാണ് പറയാനുള്ളത്, പെരുന്നാളെന്ന് പറഞ്ഞ് എല്ലാവിധ വൃത്തികേടുകളിലേക്കും ഇറങ്ങിത്തിരിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാകരുത്. നമ്മുടെ വസ്ത്രം ഏറെ ഗൗരവത്തോടുകൂടി തന്നെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, കാസിയാത്തുൻ ആരിയാത്ത്, വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ നഗ്നരാണ്. ടെക്സ്റ്റൈൽസുകളും വസ്ത്രാലയങ്ങളും മനുഷ്യൻ്റെ പ്രിയപ്പെട്ടവരെ അവനെ തിന്മയിലേക്ക് നയിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളിലേക്ക് ധരിക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നാം ക്ഷണിക്കാനും അവർ തയ്യാറാണ്. അത്തരം വസ്ത്രങ്ങളും മറ്റുമൊക്കെ ഇട്ട് നാം പുറത്തിറങ്ങിക്കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഭംഗി മറ്റുള്ളവരെ കാണിക്കാൻ തയ്യാറായാൽ എന്താണ് അവർക്കുള്ള പ്രത്യാഘാതമെന്നറിയോ? അവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്ന് മാത്രമാണോ, ആ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ അവർക്ക് കഴിയില്ല എന്ന പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. ഏതെങ്കിലും ഒരു പെണ്ണ് സുഗന്ധം ഉപയോഗിച്ച് പുറത്തിറങ്ങിയാൽ ആ സുഗന്ധത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് ആസ്വാദനമുണ്ടായാൽ അവൾ വ്യഭിചാരിണിയാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുമ്പോൾ കുടുംബങ്ങളിലേക്ക് സന്ദർശനങ്ങൾ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, കുടുംബമാണെങ്കിലും അല്ലാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചു നൽകിയ മഹറമുകളുണ്ട്. അല്ലാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചു നൽകിയ ആരുടെയൊക്കെ മുന്നിൽ ഔറത്തുകൾ വെളിവാക്കാമെന്നുള്ളതുണ്ട്. ഷാളിട്ടിട്ടും കഴുത്ത് കാണുന്ന രൂപത്തിലും കൈകൾ കാണുന്ന രൂപത്തിലും കാൽപാദങ്ങൾ കാണുന്ന രൂപത്തിലും മറ്റു ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണുന്ന രൂപത്തിലും കുടുംബങ്ങളിൽ ഇഴകിച്ചേരുമ്പോൾ അവിടെയുള്ള ധാർമ്മികത നഷ്ടപ്പെടുന്നുണ്ടോ എന്ന ഉത്തമ ചിന്ത പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ അല്ലാഹുവിൻ്റെ എല്ലാ ദീനും പ്രാവർത്തികമാക്കി ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ഈ അല്ലാഹു അക്ബറിൻ്റെ ധ്വനികൾക്കനുസരിച്ച ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയും. സദഖ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാളിൻ്റെ ദിനങ്ങളിൽ ഖുതുബകളിൽ ഏറെ ഗൗരവത്തോടുകൂടി കണ്ടിരുന്ന കാര്യമാണ്. റമദാനിൻ്റെ ദിനങ്ങളിൽ പ്രിയപ്പെട്ടവരെ സദഖയുമായി ബന്ധപ്പെട്ട അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി കടന്നു വരുമ്പോൾ അതിലെ യഥേഷ്ടം ചെലവഴിച്ച നാം ശവ്വാലിൻ്റെ ദിനങ്ങൾ മുതലും നമ്മിലതുണ്ടാകണമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ആരെങ്കിലും റമദാൻ നോമ്പ് നോറ്റ് അതേ ശവ്വാലിൻ്റെ 6 നോമ്പുകൾ കൂടി തുടർത്തുകയാണെങ്കിൽ അതേ അവൻ ഒരു കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെയാണെന്ന് അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അല്ലാഹു വലിയവനാണ് എന്ന ഉത്തമമായ ബോധം ജീവിതത്തിൽ ക്രമീകരിച്ചുകൊണ്ട് ജീവിതത്തെ സംസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം മരണമെന്ന അതിഥി ഏത് സമയത്താണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ്, ഏത് രൂപത്തിലാണ് നമ്മിലേക്ക് കടന്നു വരിക എന്ന് നമുക്കറിയില്ല. എങ്ങനെ കടന്നു വന്നാലും ഒരു അണിമണി തൂക്കം പോലും റഹ്മാനായ റബ്ബ് പ്രിയപ്പെട്ടവരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കി തരികയില്ല എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗമാണ്. ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ ആഹ്ലാദം ആരാണ് ആ നരകത്തിൻ്റെ പേടിപ്പെടുത്തുന്ന ഗൗരവമായ ഭയാനകമായ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗീയ രാമത്തിൽ പ്രവേശിക്കുന്നത് അവൻ വിജയിച്ചു എന്ന അല്ലാഹുവിൻ്റെ ഖുർആനിൻ്റെ അധ്യാപനം. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ സന്തോഷം. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ ആഹ്ലാദം. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ ആനന്ദം. ആ ആനന്ദത്തിന് വേണ്ടി കൊതിച്ച് ആ സ്വർഗം കിനാബ് കണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം. പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ
പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ, ധാർമ്മികത അധാർമികതയിലേക്ക് കൂപ്പുകുത്തുന്ന, നന്മകൾ തിന്മകളിലേക്ക് കൂപ്പുകുത്തുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥിത്വത്തെ സംസ്കരിക്കുക എന്നുള്ള ബാധ്യത നമുക്കോരോരുത്തർക്കുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മെയ് 11-ാം തീയതി പ്രിയപ്പെട്ടവരെ പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ട് സംസ്ഥാന വിദ്യാർത്ഥി സമ്മേളനം നടക്കുകയാണ്. നമ്മുടെ മക്കളുടെ സാന്നിധ്യം ഉണ്ടാകണം. എന്തിനെന്നറിയോ? നമ്മുടെ വീടുകളിൽ നിന്ന് തൻ്റെ ഉപ്പയുടെയും തൻ്റെ ഉമ്മയുടെയും മുകളിലേക്ക് കാലുകൾ ഉയർത്താതിരിക്കാനുള്ള, കാലുകൾ ഉയർത്താത്ത മക്കളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, സംസ്കാരബോധമുള്ള മക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടി, മാനവ സംസ്കരണത്തിൻ്റെ മാനവ മൂല്യങ്ങളെ പിടിച്ചു നടക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ മെയ് 11-ന് നമ്മുടെ മക്കൾ പെരിന്തൽമണ്ണയിൽ ഉണ്ടാകണം. ഇപ്പോഴേ തീരുമാനമെടുക്കുക, ഇപ്പോഴേ രജിസ്റ്റർ ചെയ്യുക. അതിനുവേണ്ട ഒരുക്കങ്ങളും മറ്റുമൊക്കെ ഇപ്പോഴേ നാം നിലനിർത്തുക എന്ന ചിന്ത കൂടി ഈ പെരുന്നാളിൻ്റെ ദിനത്തിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ലക്ഷ്യം സ്വർഗമാണ്, ലക്ഷ്യം നരകീയ മോചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായി. രോഗികളുണ്ട് നമ്മുടെ വീട്ടിൽ, ഈദ്ഗാഹിന് പോലും വരാൻ കഴിയാത്തവർ. അല്ലാഹുവേ, അവരുടെ രോഗത്തിന് ശമനം നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒട്ടനവധി ആളുകളുണ്ട് നാഥ, ഖബറിടം വിശാലമാക്കണേ അല്ലാ. എല്ലാ ദീനീ പ്രവർത്തനത്തിനും എന്തിനും നമ്മോട് സഹകരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഉടമ, ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉടമ, ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടാകണം. അല്ലാഹുവേ, പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ, പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്ത് ഫലസ്തീനിന്റെ മണ്ണിൽ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീന ഫീ ഫലസ്തീൻ, അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീന ഫീ ഫലസ്തീൻ, അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീന ഫീ ഫലസ്തീൻ, അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീന ഫീ കുല്ലി മഖാൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.